ഇന്ദിരാഗാന്ധിയുടെയും അബ്ദുൽ കലാമിന്റെ ഒക്കെ പേനകൾ ഇവിടെ നന്നാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ കലാമിന്റെ കൊച്ചിയിൽ ഒരു മരം നടാൻ വേണ്ടി കുമ്പിട്ടപ്പോ പേന വീണ് പിന്നെ ഫംഗ്ഷൻ ചെയ്യാണ്ടായി. അങ്ങനെ ആള് ഇവിടെ നേരിട്ട് വന്ന് ശരിയാക്കി കൊടുക്കും. ചില കുട്ടികൾക്ക് ജനനത്തിൽ മലധാര ഉണ്ടാവില്ല. ഒരു ജാതി പേനയുണ്ട്. ആ പേന അവർക്ക് കൃത്യമായിട്ട് ഒരു മലധാര ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആ പേന കയറ്റും. അങ്ങനെ ഒരു സർജറി ഇതുണ്ട്. ക്യാൻസർ പേഷ്യൻസിന് പേനകൾ കൈവറയാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നു കേട്ടിട്ടുണ്ട്. ഫ്ലോ ഉള്ള പേനയുണ്ട്, അതുകൊണ്ട് എഴുതിയാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഹാൻഡ് റൈറ്റിംഗ് തന്നെ മാറും. അപ്പോൾ സ്ട്രെയിൻ ഇല്ലാണ്ട് എഴുതുന്ന സൈസ് പേന അതാവുമ്പോൾ അവർക്ക് കുഴപ്പമില്ല. പേന നന്നായി വന്നാൽ, എഴുത്ത് നന്നായാൽ അവരുടെ മാറ്റർ നന്നായി വരുന്ന പറയും. നമ്മൾ മനസ്സിലെ ആശയം വിചാരിച്ചാൽ മതി. നാസർക്ക നമസ്കാരം, വെൽക്കം ടു മൂവി വേൾഡ്. ഞങ്ങൾ ഈ ഒരു പെൻ ഹോസ്പിറ്റൽ കണ്ടപ്പോൾ ഒരു കൗതുകം കൊണ്ട് കയറിയതാണ്. അപ്പോഴാണ് ഇവിടെ ഒരുപാട് ഉറങ്ങിക്കിടക്കുന്ന ഒരു ചരിത്രം ഉണ്ട് എന്ന് അറിഞ്ഞത്. ഒന്ന് പറയൂ, ഇത് എങ്ങനെ ഉണ്ടായത് ഈ പെൻ ഹോസ്പിറ്റൽ? എൻ്റെ പേര് നാസർ എന്നാണ്. ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 85 വർഷമായി. ഫാദറായിട്ട് തുടങ്ങിയതാണ്. ഫാദർ ഇത് പഠിച്ചത് കൽക്കട്ടയിൽ നിന്നാണ്. അതിന് ശേഷം ഞാൻ 79 തൊട്ട് ഞാൻ എന്നെ നോക്കുന്നത്. പേനനെ സംബന്ധിച്ച് ഏത് രാജ്യത്തിൻ്റെ പേനയായാലും ഇവിടെ ശരിയാക്കി കൊടുക്കും. അത് ചില സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻ്റ് ഉള്ള കേസുകളാണ് അധികവും വരുന്നത്. ചിലർ പഠിച്ചത് ഇതുകൊണ്ട്, ജോലി കിട്ടിയതുകൊണ്ട്, അങ്ങനെ ആ പേന കൊണ്ട് ഉന്നതങ്ങളിലെത്തിയ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പേനയ്ക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഇവിടെ അല്ലാണ്ട്, ഈ ആസ്പത്രി അല്ലാണ്ട് വേറെ ഇല്ല. അപ്പോൾ അങ്ങനെ മിക്ക കേസും സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ആയിട്ടാണ് വരുന്നത്. പേന നമ്മൾ നന്നാക്കാന്നാണ് നമ്മൾ സാധാരണ പറയാ. ഇവിടെ വന്നതിന് ശേഷമാണ് ചികിത്സിക്കുക എന്നുള്ളൊരു പദം നമ്മൾ യൂസ് ചെയ്യുന്നത്. പേന ബൈസ്റ്റാൻഡ് കൊണ്ടുവരുമ്പോൾ അവരാകെ വിഷമിച്ചിട്ടാണ് വരുന്നത്. അവർ കുറേ നാൾ അവരെ കൂടെ ഉണ്ടായ ഇതാണ്. അത് പെട്ടെന്ന് ഒരു അസുഖം വന്ന് ഇതായി അവർക്ക് ആകെ മാനസികമായിട്ടൊരു ഇത് വരെയാണ്. അപ്പോൾ നമ്മളുടെ ഏരിയത്ത് വന്ന് അവരാ കാര്യം പറയുമ്പോൾ ഞാൻ അസുഖം ഡയഗ്നോസ് ചെയ്യൽ കഴിയും, ഇന്നതാണ് എന്നുള്ളത് ഞാൻ ഡയഗ്നോസ് ചെയ്യും. പക്ഷേ അവരുടെ മനസ്സിൽ അവർ ചിലപ്പോൾ മുകളിൽ നിന്നൊക്കെ വീണിട്ടായിരിക്കും, തകർന്നിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ അവർക്കാകെ ഭയങ്കര ഫീലിംഗ് ആയിട്ടാണ് അവർ വരുന്നത്. നമ്മളത് ശരിയാക്കി കൊടുത്ത് സന്തോഷം വരുമ്പോഴാണ് അവർ ആ പേന വന്ന കാര്യങ്ങളും ആ പേനയുടെ പിന്നിലുള്ള ചരിത്രങ്ങളും അവർ നമ്മളോട് പറയുക. പിന്നെ പേന എന്ന് പറയുന്നത് എഴുത്തുകാർ, ഇവിടെ സാഹിത്യ അക്കാദമി ഉള്ള ആൾക്കാർ അവരൊക്കെ പറയണതെന്ന് വെച്ചാൽ പേന നന്നായി വന്നാൽ, എഴുത്ത് നന്നായാൽ അവരുടെ മാറ്റർ നന്നായി വരുമെന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലെ ആശയം വിചാരിച്ചാൽ മതി. ആ മാറ്റർ പിന്നെ എഴുതി കഴിഞ്ഞ് വായിച്ചു നോക്കുമ്പോൾ അതിലുള്ള ആശയങ്ങൾ എങ്ങനെ വന്നതെന്ന് തന്നെ അത്ഭുതപ്പെടുന്ന പറയുന്നത്. കാരണം പേന നിൽക്കാണ്ട് എഴുതിയ കാരണം കൊണ്ട് അത് ബ്രേക്ക് വന്നാൽ എല്ലാം പോയി. അപ്പം ഇത് നിൽക്കാണ്ട് എഴുതി കഴിഞ്ഞാൽ നമ്മളെ ആശയങ്ങൾ അതിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളൊരു ആശയം മനസ്സിൽ വിചാരിച്ചാൽ മതി, വേർഡ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പറയുന്നത്. ഇത് നന്നായാൽ. ഒരുപാട് പേനകൾ ചികിത്സിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മറക്കാനാവാത്തതെന്ന് പറയുന്നത് അങ്ങനെയില്ല, എല്ലാം ഒരുപോലെയാണ്. കാരണം പല വിധത്തിലുള്ള അസുഖങ്ങളാണ് വരുന്നത്. അപ്പം നമുക്കത് കോമൺ ആയിട്ട് നമുക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളൂ. ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും എന്നുള്ള അതെന്താണെന്ന് വെച്ചാൽ ചില കുട്ടികൾക്ക് ജനനത്തിൽ മലധാര ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഡോക്ടർമാർ, സർജറി ഡോക്ടർ നമ്മൾക്ക് റെഫർ ചെയ്ത് വിടും. ഒരു ജാതി പേനയുണ്ട്. ആ പേന അവർക്ക് കൃത്യമായിട്ട് ഒരു മലധാര ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആ പേന കയറ്റും. അങ്ങനെ ഒരു സർജറി ഇതുണ്ട്. അപ്പം അത് ജനനത്തിൽ മലധാര ഇല്ലാത്ത ജനിച്ച കുട്ടിക്ക് വേണ്ടിയുള്ള സർജറി ഇതാണ്. അങ്ങനത്തെ പേന ഇവിടെ ഉണ്ടോ ഇപ്പോൾ? ആ പേനയുണ്ട്. പക്ഷെ അത് എത്ര വയസ്സ് എന്താണെന്നൊക്കെ അറിഞ്ഞാൽ അതുമായിട്ട് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റുള്ളൂ. നാസർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേന ഏതാ? പേന എന്ന് പറഞ്ഞാൽ കണ്ടമാനം എഴുതാൻ ഉണ്ടെങ്കിൽ മഷിപ്പേനയാണ് ഏറ്റവും നല്ലത്. നമ്മൾ നിൽക്കാണ്ട് എഴുതുകയും ചെയ്യും. മാറ്റർ നമുക്ക് കണ്ടമാനം എഴുതാണ്ട്. ബോൾ പെന്നാവുമ്പോൾ എക്സ്പെൻസ് കൂടുതലാണ്, ചിലവ് കൂടുതലാണ് ബോൾ പെന്നാവുമ്പോൾ.
കണ്ടമാനം എഴുതുന്നവർക്ക് മഷിപ്പേനയാണ് കിട്ടുന്നത്. കൺസൾട്ടിങ് ഫീ എങ്ങനെയാ വരുന്നത്? അത് മാറ്റിച്ചാൽ മാത്രമേ പൈസ മേടിക്കുള്ളൂ. എന്തെങ്കിലും സാധനങ്ങൾ മാറ്റിച്ചാൽ അല്ലെങ്കിൽ ഫ്രീ സർവീസ് ആണ്. ഇന്ദിരാഗാന്ധിയുടെയും അബ്ദുൽ കലാമിന്റെ ഒക്കെ പേനകൾ ഇവിടെ നന്നാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒരു സ്റ്റോറി ഉണ്ടാവുമല്ലോ, അതൊന്ന് പറയോ? ഇന്ദിരാഗാന്ധിയുടെ ഫാദറാണ് ശരിയാക്കിയിട്ടുള്ളത്. അബ്ദുൽ കലാമിന്റെ ഞാനാണ് ശരിയാക്കിയത്. അബ്ദുൽ കലാമിന്റെ കൊച്ചിയിൽ ഒരു മരം നടാൻ വേണ്ടി കുമ്പിട്ടപ്പോൾ പേന വീണ് പിന്നെ ഫങ്ഷൻ ചെയ്യാണ്ടായി. അപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞു ഇങ്ങനെ തൃശ്ശൂർ ഇതുണ്ട്, നമുക്കവിടെ കൊടുത്ത് ശരിയാക്കാം. അങ്ങനെ ആൾ ഇവിടെ നേരിട്ട് വന്ന് ശരിയാക്കി കൊടുത്തു. ഇന്ദിരാഗാന്ധിയുടെയോ? അത് ഫാദറാണ്. ഒരു സ്റ്റോറി എങ്ങനെയായിരുന്നു അത്? ഫാദറിന് അവര് ഡൽഹിയിൽ നിന്ന് ഒരാളെ കൊടുത്തയച്ചിട്ട് കൊണ്ടുവന്നതാണ്. ഈ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ പേനയൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആവുമല്ലോ, അതൊക്കെ ഇവിടെ നന്നാക്കാൻ വരാറുണ്ട്. ഏത് രാജ്യത്തിന്റെ പേനയായാലും ഇവിടെ ശരിയാക്കും. ഏത് രാജ്യത്തിന്റെ ഏത് കമ്പനി ആയിക്കോട്ടെ, എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഇവിടെ ശരിയാക്കി പോകും. എങ്ങനെ ഇതിന്റെ ഫംഗ്ഷനിങ് ഒക്കെ മാറ്റം വരില്ലേ? പുറം രാജ്യങ്ങളിലെ ആവുമ്പോഴത്തേനും വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കോ? അതെന്താന്ന് വെച്ചാല് ഓരോരുത്തർ കൊണ്ടുവന്ന് ഇപ്പൊ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് കൊടുക്കും. അപ്പൊ അവര് പറഞ്ഞു കൊടുക്കില്ല, ഇന്നതാണ് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കില്ല. അപ്പൊ അറിവില്ലായ്മ കൊണ്ട് വരുന്ന അസുഖങ്ങളാണ് പേനയ്ക്ക് വരുന്നത്. അപ്പൊ അത് ഇന്ന മാതിരി ഉപയോഗിക്കണം, ഇന്ന മാതിരി ഇതാവണമെന്ന് അവര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കില്ല. അതുകൊണ്ടുള്ള ഇതാണ്. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ഇതാവുമ്പോ പിന്നെ അവർക്ക് അസുഖങ്ങൾ ഉണ്ടാവില്ല. പല സാധനങ്ങൾക്കും നമുക്ക് ഇങ്ങനെ കാറ്റലോഗിലൊക്കെ അതിന്റെ ഉപയോഗ രീതിയൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ പേനകൾക്കും നമ്മൾ കാറ്റലോഗ് ഉണ്ട്, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതിനകത്തുള്ളത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഫോളോ ചെയ്ത് പോയാൽ പേനകൾക്ക് അസുഖങ്ങൾ വരാതിരിക്കും. അപ്പൊ ആ കാറ്റലോഗ് നോക്കിയിട്ട് അതേമാതിരി ചെയ്താൽ മതി. അതൊന്നും ആരും ശ്രദ്ധിക്കില്ല. അവര് പേന കിട്ടി ഇപ്പോൾ ഒരു ഓഫീസിലാണെന്ന് വെച്ചാൽ ഒരു 10 പേരുണ്ടെങ്കിൽ ആ 10 പേരും നോക്കിയിട്ട് പറ്റാണ്ടാവുമ്പോൾ അവർ കാർ എടുത്ത് ഇവിടെ വരും. എന്നിട്ട് ഞാൻ ഒരു സെക്കൻഡ് കൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ ഈ കൊടുക്കുന്ന ആളും പറയില്ല ഇന്ന മാതിരി ചെയ്യണമെന്ന്. അപ്പോൾ അവരിവിടെ വന്ന് ശരിയാക്കി കൊണ്ടുപോകും. അതിനൊന്നും പൈസ വരുന്ന കാര്യമല്ല. നമ്മളെ അറിവ് പറഞ്ഞു കൊടുത്ത് അവർക്ക് ആ ഇതിന് അസുഖം ഇല്ലാത്ത രീതിയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പലതരം നിബുകളില്ലേ, അത് ഏതൊക്കെ? അത് ഇപ്പൊ കാലിഗ്രാഫി എന്ന് പറഞ്ഞിട്ട് പല രീതിയിൽ എഴുതുന്ന നിബുണ്ട്. അതാവുമ്പോ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാം. ഹാൻഡ് റൈറ്റിംഗ് മോശമുള്ളവർക്ക് പിന്നെ ഈ സർട്ടിഫിക്കറ്റുകൾ എഴുതാം. അങ്ങനെ കാലിഗ്രാഫി എന്ന് പറയുന്ന ആ ഐറ്റം അങ്ങനെ ഉപയോഗിക്കാനുള്ള. ഈ പഴയ മഷികൾ ഉണ്ടല്ലോ, ഇപ്പൊ സുലേഖ അങ്ങനത്തെ ഉള്ള മഷികളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഇവിടെ കളക്ട് ചെയ്ത് വെക്കാറുണ്ടോ? അല്ലെങ്കിൽ മഷി അത്യാവശ്യമുള്ള മഷികളൊക്കെ നമ്മൾ കൊടുക്കും. അത് ചോദിച്ചാരെങ്കിലും വരാറുണ്ടോ? ചിലവര് ചോദിച്ചു വരും മഷി. ചിലവർക്ക് സ്പെഷ്യൽ കളറുകൾ വേണം. അപ്പൊ അങ്ങനെയുള്ള കളറുകളൊക്കെ മഷി ഉണ്ട്. ടർക്കിഷ് ബ്ലൂ, ക്രിംസൺ വയലറ്റ്, റോസ്, അങ്ങനെ പല കളറുകളുള്ള മഷികൾ ചോദിച്ചു വരും. അപ്പൊ അത് നമ്മള് കളക്ട് ചെയ്ത് കൊടുക്കും. ഈ സാധാരണ കുട്ടികൾ ഇങ്ക് പെന്ന് യൂസ് ചെയ്യാറില്ലല്ലോ, അപ്പോ കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഇങ്ക് പെൻസ് ഉണ്ടാവും? കുട്ടികൾക്ക് ഇങ്ക് പേന ഇപ്പൊ ഒരു 5-6 ക്ലാസ് ഒക്കെ ആവുമ്പോ ഇങ്ക് പേന കൊടുക്കാന്ന് വെച്ചാൽ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാവും. അതുകൊണ്ട് എഴുതി പഠിക്കാന്ന് വെച്ചാൽ ഇങ്ക് പേന കൊണ്ട് എഴുതാൻ അപ്പൊ ചെലവും കുറവായിരിക്കും. ഇങ്ക് പേന കൊണ്ട് എഴുതിയ അത് ലീക്കില്ലാത്ത നല്ല കമ്പനി നോക്കിയിട്ട് കൊടുത്താൽ അവർക്ക് നല്ലതാണ്. എപ്പോൾ എടുത്താലും എഴുതുകയും ചെയ്യും. അപ്പോൾ അവർക്ക് നിൽക്കാണ്ട് വരുമ്പോൾ മനസ്സിൽ വേർഡ്സുകൾ ഇങ്ങനെ വരും. പേന നിന്ന് പോയാൽ എല്ലാം പോയി. അതാണ് ഈ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലെക്സി പെൻ ഇല്ലേ, അതായിരുന്നു കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ വിലയും കുറവാണ്, എല്ലാവർക്കും എഴുതാനും ഒക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേനയായിരുന്നു. ഇപ്പൊ ആ ഒരു ലെക്സി പേന ഇല്ല. ഇപ്പൊ പുതിയൊരു വേർഷൻ പുതിയ മോഡലുകളാണ് അവർ ഇറക്കുന്നത്. ലെക്സിയുടെ പേന കമ്പനി ഉണ്ട്. ഇപ്പൊ അവര് പുതിയ മോഡല്, ഓരോ കമ്പനികള് വേറെ മോഡലുകൾ ഇറക്കുമ്പോ അവര് പേന ആരും താല്പര്യപ്പെടുന്നില്ല. അപ്പൊ അവരും പുതിയ മോഡലുകൾ ഇറക്കിയിട്ട് മാർക്കറ്റ് പിടിക്കാൻ നോക്കും. ചേട്ടന് ഏത് പേന യൂസ് ചെയ്യുന്നത്? ഞാൻ അങ്ങനെയല്ല, കൂടുതലും റിപ്പയർ ടൈമാണല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് എഴുത്ത് വരുന്നില്ല. കൂടുതലും റിപ്പയർ ചെയ്ത് ചെക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് അധികം വരുന്നത്. ഒരു ദിവസം എത്ര രൂപയൊക്കെ കിട്ടാറുണ്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ? അങ്ങനെ ചില ദിവസങ്ങളിൽ വളരെ മോശമായിരിക്കും, ചില ദിവസങ്ങളിൽ ബെറ്റർ ആയിരിക്കും.
അങ്ങനെ മണി നോക്കിയിട്ടല്ല നമ്മളിവിടെ ഇത്. കാരണം ഇതൊരു സേവനമായിട്ട് ഇരിക്കുന്നതാണ്. സേവനം എന്ന് പറഞ്ഞാൽ ചിലർക്ക് അറിവില്ലായ്മ കൊണ്ട് വരുന്ന ഇത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതാണ് ഏറ്റവും കൂടുതൽ. അത് ഫാദറിനേലും ഒരു വടി മുന്നിലാണ് ഞാനും അത് ചെയ്തു കൊടുക്കുന്നത്. ഇപ്പൊ അച്ഛൻ്റെ കിട്ടിയതാണോ ഫാദറിന്റെ കിട്ടിയതാണ് ഈ ഒരു പേനയോടുള്ള ഒരു സ്നേഹം? അന്ന് പേന കിട്ടാത്ത കാലാണ്. ഇത് സ്ഥാപിച്ച അന്ന് പേന ആകെ ഒരു 2 കമ്പനിയൊക്കെ ഉള്ളു. ഒന്ന് കിട്ടിയാൽ ജീവിത അവസാനം വരെ കൊണ്ടു നടക്കേണ്ട കാലഘട്ടമാണ്. അന്ന് വന്നാണ് ഇത്. അപ്പൊ പേനകളോടുള്ള സ്നേഹം വേറെ ആർക്കെങ്കിലും പകർന്നു കൊടുത്തിട്ടുണ്ടോ? മക്കൾക്കോ? അതില്ല, മക്കൾക്ക് ആരും ഇനി വരാനില്ല. മക്കളൊക്കെ ഡോക്ടർമാര്. അവര് ഡെന്റൽ ഡോക്ടറും ഒരാള് ജനറൽ മെഡിസിനും. അച്ഛനും ഡോക്ടറാണല്ലോ. ക്യാൻസർ പേഷ്യൻസിന് പേനകള് ഇങ്ങനെ കൈവറയാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നു കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയാ? അതെങ്ങനെയാണെന്ന് വെച്ചാല് അവർക്ക് ഈ കീമോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാല് ചിലപ്പോ അവർക്ക് കൈവറയിലും ഇതൊക്കെ വരും. അപ്പൊ അങ്ങനെയാണെന്ന് വെച്ചാല് ഫ്ലോ ഉള്ള പേനയുണ്ട്, അതുകൊണ്ട് എഴുതിയാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ സ്ട്രെയിൻ കൊടുത്ത് എഴുതുമ്പോൾ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് തന്നെ മാറും. അപ്പോൾ സ്ട്രെയിൻ ഇല്ലാണ്ട് എഴുതുന്ന സൈസ് പേന അതാവുമ്പോൾ അവർക്ക് കുഴപ്പമില്ല. ഏത് തരം പേനകളാ കൂടുതൽ ഇവിടെ റിപ്പയറിങ്ങിന് വരാറ്? ഇപ്പോഴും അധികം ഈ റീഫില്ല് മാറ്റാനും ഇതാണ്. പിന്നെ സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉള്ള കേസുകൾ വരുമ്പോൾ നമുക്ക് അവർ കൊണ്ടുവരുമ്പോൾ അറിയാം ഇന്നതാണ് കേസ് എന്ന്. അവർ പറയുന്നതിന് മുമ്പ് എനിക്കറിയാം ഇന്നാന്ന് ഞാൻ ഡയഗ്നോസ് ചെയ്യൽ കഴിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കും. ഞാൻ ശരിയാക്കി അങ്ങോട്ട് 1 മിനിറ്റ് കൊണ്ട് ശരിയാക്കി കൊടുക്കും. നാസർക്കൊക്കെ ഏത് പേനയാണ് ഏറ്റവും മോശമാണ് എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുള്ളത്? മോശമാക്കണത് ബൈസ്റ്റാൻഡാണ്. അവർ യൂസ് ചെയ്യാണ്ട് വെച്ചിട്ടും മഷി നിറച്ച് വെച്ചിട്ടും ബോൾ പെൻ ഉപയോഗിക്കാണ്ട് വെച്ചിട്ടും. അപ്പം അധികം പേന കിട്ടുമ്പോൾ ഓരോരുത്തർക്ക് അധികം പേന കിട്ടുമ്പോൾ ഉപയോഗിക്കില്ല, അവിടെ വെക്കും. അപ്പം അത് കേടായി പോണതാണ്. അങ്ങനെ പാടില്ല. അധികം പേനയുണ്ട്. ഓരോ ദിവസം ഓരോ പേനേനെയും നമ്മൾ സ്നേഹിക്കണം. ഓരോ പേനയെടുത്ത് ഉപയോഗിക്കുക. അപ്പം കംപ്ലൈന്റ് വരില്ല. ഈ ഇപ്പൊ ലാപ്ടോപ്പും അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ വന്നപ്പോഴേക്കും പേനകളുടെ ഉപയോഗം ഒരുപാട് കുറവുണ്ടല്ലോ. സ്റ്റുഡൻസിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മളെ മനസ്സിൽ നിന്ന് വരുന്ന ഇത് വരണമെങ്കിൽ പേന തന്നെ വേണം. മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിന് പേന തന്നെ വേണം. വിഷ്വലിൽ നമ്മൾ ഇങ്ങനെ ഇതായാലും മുഴുവൻ മാറ്റർ അതിൽ വന്നില്ല. ശരിക്കും നമ്മളെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു ഇത് എന്ന് പറഞ്ഞാൽ പേന തന്നെ വേണം. താങ്ക് യു നാസർക്ക, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റിയിട്ടുണ്ട്. നന്ദി, നമസ്കാരം.